CSK എന്താടാ പറ്റിയത്? സോറി നോട്ട് ടു ഹേർട്ട് CSK ഫാൻസ്. പക്ഷേ എന്തോ വമ്പൻ ബാറ്റിംഗ് ലൈനപ്പും പിന്നെ ബൗളിംഗ് ലൈനപ്പ് കുറച്ച് വീക്കാണെന്നൊക്കെ കേട്ടു. ഇതിപ്പം ഒന്നുമില്ലാണ്ടായി പോയല്ലോ. സോറി. എന്താ മെനഞ്ഞാന്ന് RCB 230 മേളിൽ റണ്ണെടുത്തു. ഇന്നലെ മുംബൈ 230 അടുത്ത് റണ്ണെടുത്തു. ഇന്ന് ഞാൻ വിചാരിച്ചൊരു 200 ഉണ്ടെങ്കിലും വിചാരിച്ചു. പക്ഷേ 127. ഇവിടെ 127 റൺസ്. ആ സൂര്യവംശിക്ക് ഒരു 10 ഓവറെങ്കിലും നിന്ന് കളിക്കാനുണ്ടോ അതില്? പിന്നെ ആകെ ഒരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സഞ്ജു ചേട്ടനോട് മാത്രമാണ്. വേൾഡ് കപ്പ് ഒക്കെ ജയിച്ചിട്ട് ശരി ആദ്യത്തെ മാച്ചല്ലേ, പുള്ളി എല്ലാ സമയത്തും IPL തുടക്കത്തിലുള്ള മാച്ചസിലെല്ലാം 50ന്റെ മേളിൽ എടുത്തിട്ടുള്ള ആളാണ്. അതിൽ 100 എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് 6 റണ്ണല്ലേ. ശരി പോട്ടെ, സ്റ്റെമ്പടായി പോയി. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു വിഷമം. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ഒരു സ്കോപ്പും ഇല്ലാതിരുന്നപ്പോഴും ആ ജഡേജയാണ് കപ്പെടുത്ത് കൊടുത്തത്. എന്നിട്ട് ജഡേജനെ എടുത്ത് കളഞ്ഞു. ആ ജഡേജ ഇന്ന് ആദ്യത്തെ ഓവർ തന്നെ 2 വിക്കറ്റ് എടുത്തിട്ട് വെടിവെക്കുന്ന ആക്ഷൻ കാണിക്കുകയാണ്. പുള്ളി CSK മാനേജ്മെന്റിനെ ഒന്ന് ഊക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ വാൾ സെലിബ്രേഷനൊക്കെ മാറ്റി ഇപ്പം ഗണ്ടുമായിട്ട് വന്നിരിക്കുകയാണ്. എന്നാലും ഈ CSK എന്ത് പറ്റിയെന്നാണ്. ഇവരിനി വരുവോടെ, മുമ്പോട്ടൊക്കെ വരുമോ? പറ്റുമോ? എനിക്ക് സ്കോപ്പൊന്നും കാണുന്നില്ല. ഇനി ഇവരെ വല്ല ഇഞ്ചുറി കിങ്സ് എന്നോ അങ്ങനെ വല്ല വിളിക്കേണ്ടി വരും. കാര്യം ധോണി ഇല്ല. ആകെ കൂടെ ഉണ്ടായിരുന്ന ഡെവൽ ബ്രവീസ് ആണ്. പുള്ളിക്കാരനും കുറച്ച് കളികളിൽ ഇനി വരത്തില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയാല് പ്ലേ ഓഫ് കയറോ? CSK ഫാൻസ് ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ CSK തോറ്റാലും കുഴപ്പമില്ല, ചില ധോണി ഫാൻസ് ഉണ്ടല്ലോ, ധോണി 2 6 അടിച്ച് കണ്ടെങ്കിലും മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇനിയിപ്പോ ധോണി 2 ആഴ്ചത്തേക്ക് ഇല്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.